മേയറെ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളമാണ് ഈ ഒരു മാലിന്യ കൂമ്പാരം നിറഞ്ഞു നിൽക്കുന്നത്. ഇത് റെയിൽവേയുടെ അനാസ്ഥ ഒന്നുകൂടി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളല്ലേ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ നമ്മൾ വന്ന നേരത്തെ ഭാഗം, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഈ റെയിൽവേയുടെ ട്രാക്ക് കടന്നു വരുന്ന സമയത്ത് പലയിടങ്ങളിലായി ഇതിനകത്ത് മാലിന്യം ഇറങ്ങുന്നുണ്ട് എന്നത് സ്വാഭാവികമായി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തെ ഈ ബിൽഡിങ്ങുമായി ചേർന്ന് നിൽക്കുന്ന ഇതിൻ്റെ ടോയ്ലറ്റ്, ആ ടോയ്ലറ്റിൽ നിന്നും നേരിട്ട് മാലിന്യം നമ്മുടെ ഈ തോടിലേക്ക് ഒഴുകി പോകുന്നത് നമുക്കിവിടെ തന്നെ ദൃശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ റെയിൽവേ ഇതിലൊരു ഗുരുതരമായി ഈ സമയത്തും ഒരു അനാസ്ഥയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വിഷയത്തിന് ശേഷം നമ്മുടെ ഇപ്പോഴത്തെ പ്രാഥമികമായ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രാഥമികമായി ഈ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അത് സംയുക്തമായി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ കേരള പോലീസും അതുപോലെ കേരള ഫയർഫോഴ്സ് പ്രധാനമായി ജില്ലാ ഭരണകൂടവും നഗരസഭയും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം മറ്റ് കാര്യങ്ങൾ നമുക്കതിന് ശേഷം നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ ആ വാഷ്റൂമിൽ നിന്ന്, ആ ടോയ്ലറ്റിൽ നിന്നും വേസ്റ്റ് ഇതിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതടക്കം നമ്മൾ പരിശോധിക്കേണ്ട തുടർ നടപടി സ്വീകരിക്കാൻ പോകുന്ന മറ്റു കാര്യങ്ങളാണ് എന്നത് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് റെയിൽവേയോട് പറഞ്ഞിരുന്നു അല്ല, നമ്മളിപ്പോഴും ഇവിടെ വരുമ്പോഴാണ് ഇത്രയും പ്രയാസമാണ് ഇവിടുത്തെ കൂടി സാഹചര്യം. കാരണം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തെളിഞ്ഞ വെള്ളമാണല്ലോ. ഇത് കടന്നു വരുന്ന ഈ ഭാഗത്ത് ഇത്രയും മോശമായ അവസ്ഥയാണെന്നുള്ളത് ഇവിടെ നേരിട്ട് വന്ന് പരിശോധിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടിയുമായി നഗരസഭ മുന്നോട്ട് പോകും. നമുക്ക് സാധ്യമായ എല്ലാ നിയമങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റെയിൽവേ ഇത്തരത്തിൽ റെയിൽവേ നടത്തുന്ന ഇത്തരം വിഷയങ്ങൾ, റെയിൽവേക്കുണ്ടാകുന്ന മാലിന്യങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കപ്പെടേണ്ടത്, കൃത്യമായി സോളിഡ് വേസ്റ്റും അതുപോലെ തന്നെ ലിക്വിഡ് വേസ്റ്റും അത് ETP, STP സംവിധാനങ്ങൾ നിർബന്ധമായി ഉണ്ടാക്കണമെന്നുള്ളത് നഗരസഭ അവരുടെ തീരുമാനമായി അറിയിക്കും. ഈ നഗരസഭ മുൻപ് ഇത്തരം യോഗങ്ങളിൽ വിളിക്കുമ്പോഴും ഇവർ ഒരു നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നതാണ് അറിയാൻ സാധിച്ചത്. പൊതുവേ യോഗത്തിനകത്ത് ഇപ്പം നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി രാവിലെ സൂചിപ്പിച്ചതുപോലെ പൊതുവിൽ യോഗത്തിനകത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്തവണ നമ്മളൊരു പ്രോസിക്യൂഷൻ നടപടിയിലേക്കൊക്കെ ജില്ലാ കളക്ടർ അദ്ദേഹം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരവും അതുപോലെ നഗരസഭയും ഒക്കെ അത്തരത്തിൽ കർശനമായി ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇത്തവണ ഈ മാലിന്യ നീക്കത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. പക്ഷേ എങ്കിൽ പോലും അതിൽ ഒരു സാങ്കേതിക സഹായവും ഇല്ലാതെ തൊഴിലാളികളെ അകത്തേക്ക് ഇറക്കി വിട്ടുകൊണ്ടുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ദൗത്യ പ്രവർത്തനത്തിന് ശേഷം നടപടി സ്വീകരിക്കും. അതെ, തീർച്ചയായിട്ടും.